ഹലോ PSC സ്റ്റുഡൻസ്, ആമുഖമൊന്നും കൂടാതെ ഒരു ചോദ്യ പേപ്പറിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാണ്. 2017 തിരുവനന്തപുരം ജില്ലയിലെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ 20 എണ്ണം, 71 മുതൽക്കാണ് തുടങ്ങുന്നത്. ആ ചോദ്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 71, അതായത് ഇംഗ്ലീഷ് ഒന്നാമത്തെ ചോദ്യം. 10,000 rupees അത് ഡാഷ് എ ലാർജ് സം. സപ്ലൈ അപ്രോപ്രിയേറ്റ് വേർബ്. ക്രിയകൾ അവിടെ തന്നിരിക്കുന്നു. 10,000 rupees ഈസ് ആണോ, 10,000 rupees ആണോ, ഈസ് ആണോ, വാസ് ആണോ, ഹാസ് ആണോ, ഏതാണ് എഴുതേണ്ടത്? സോ യു നോ ദാറ്റ് 10,000 rupees കാണുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയി തോന്നുമെങ്കിലും 10,000 rupees എന്നുള്ളത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് സിംഗുലർ. 10,000 rupees മാത്രമല്ല, അത് നമ്മളിപ്പം വെള്ളത്തിന്റെ അളവ് എടുക്കാണ്. 1000 liters അത് എടുക്കുമ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ 300 yards, meters ഇങ്ങനെയൊക്കെ പറയുമ്പോഴും. സോ സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏതാണ് ഇവിടെ? ദിസ് ഈസ് ഈസ്. ഇത് കറക്റ്റ് ആൻസർ. ഓക്കെ, ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 72. None of them attended the function. Did they? Didn't they? Don't they? Do they? Question tag ആണ്. Use proper question tag. Question tag കറക്റ്റ് question tag നോക്കാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇവിടെ നൺ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക, നോ വൺ എന്നാണ്. സോ നോ വൺ വരുന്നതുകൊണ്ട് നൺ ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ളത് സെന്റൻസ് ഏത് ടെൻസിലാണ്. ഇവിടെ പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റിലാണ്. അതുകൊണ്ട് ഡിഡ് വെച്ചിട്ടാണ് അവ വരിക, ഡിഡ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോ എന്ത് ശ്രദ്ധിക്കണം? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവുകയും വേണം, അതേ സമയത്ത് അത് പാസ്റ്റ് ടെൻസ് ആവണം. സോ answer A is correct. Did they? Okay, A is correct. അടുത്തത് 73, 73. A dash of cattle is passing through the forest. Team, herd, group, fleet. കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇംഗ്ലീഷിൽ, കളക്റ്റീവ് നൗൺസ്. അതൊരു 10-200 കളക്റ്റീവ് നൗൺസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന നന്നാവും. ഇപ്പൊ ടീം, ഹേർഡ്, ഗ്രൂപ്പ്, ഫ്ലീറ്റ് ഇതൊക്കെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കന്നുകാലികളുടെ കൂട്ടം, എ ഡാഷ് ഓഫ് കാറ്റിൽ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എ ഹേർഡ് എന്നാണ് യൂസ് ചെയ്യുക. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 74. The workers built a bridge. Change into passive form. അപ്പൊ പാസീവ് ഫോമിലേക്ക് മാറ്റി എഴുതണം. ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നു, സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ആണ്. ഇനി ഏതാണ് ടെൻസ് എന്ന് നോക്കണം. അപ്പൊ ബ്രിഡ്ജ് തുടങ്ങണം, ടെൻസ് നോക്കണം. ഇത് പ്യുവർ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. സോ ഓപ്ഷൻ സി. ഇതാണ് കറക്റ്റ്. A bridge was built by the workers. Bridge was built by the workers. Okay. അപ്പൊ നമുക്ക് 75 അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അടുത്ത ചോദ്യം. She speaks French very good. അപ്പൊ കറക്റ്റ് ദ സെന്റൻസ് എന്നാണ്. ഈ സെന്റൻസിന് എവിടെയാ കറക്റ്റ് ചെയ്യാനുള്ളത്? She speaks ആണ് ഉപയോഗിക്കാം. ഫ്രഞ്ച്, അവൾ ഫ്രഞ്ച് സംസാരിക്കുന്നു. ഇനിയിപ്പോ എന്ത് മാത്രമേ വരുത്താനുള്ളൂ? വെരി ഗുഡ് എന്നുള്ള അവിടെ തന്നിരിക്കുന്നു.
സോ അത് തന്നെ വീണ്ടും കറക്റ്റ് ഓപ്ഷനായി ചോദിക്കില്ലല്ലോ. അപ്പോ പിന്നെന്താണ്, ഷീ സ്പീക്സ് ഫ്രഞ്ച്. പിന്നെ രണ്ട് ഓപ്ഷൻ ശ്രദ്ധിക്കാനുള്ള വെരി വെൽ തന്നിട്ടുള്ളതാണ്. അതില് ഷീ വിൽ സ്പീക്ക് ഫ്രഞ്ച് വെരി വെൽ എന്ന് തന്നിട്ടുണ്ട്, ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ തന്നിട്ടുണ്ട്. സോ ആൻസർ ബി ഈസ് ദ കറക്റ്റ് വൺ. ബി, കാരണം അതില് ടെൻസിൽ മാറ്റമില്ല. ദിസ് ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് ഗോ ടു 76. 76. The high price surprised him. കൂടിയ വില അല്ല ഉയർന്ന വില, ഹൈ പ്രൈസ്. ഈ ഉയർന്ന വില എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉയർന്ന, ഹൈ എന്നുള്ള വേർഡ്, അണ്ടർലൈൻ വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഗ്രാമറിലെ ഏത് ഗണത്തെ അത് സൂചിപ്പിക്കുന്നു? പാർട്സ് ഓഫ് സ്പീച്ചിൽ അത് അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ, നൗൺ ആണോ, പ്രോനൗൺ ആണോ സൂചിപ്പിക്കുന്നു? അഡ്ജക്റ്റീവ് ആണ് അത് എന്ന് കൃത്യമായിട്ടും പറയാം. കാരണം ഹൈ പ്രൈസ്, പ്രൈസിനെ വിശേഷിപ്പിക്കുകയാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന വേർഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് അഡ്ജക്റ്റീവ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ഓക്കെ. ഓപ്ഷൻ എ ഈസ് ഓക്കെ. ഇനി 77. എന്താ? ടോം സെഡ് ഐ എം ലീവിംഗ് ഫോർ മദ്രാസ് ടുമാറോ. ഇതിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ടോം പറഞ്ഞ കാര്യത്തെ നമ്മൾ ടോം പറഞ്ഞു എന്ന് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അത് ടെൻസ് നോക്കണം അവിടെ. അതുപോലെ തന്നെ ടോം സെഡ്, അത് കഴിഞ്ഞിട്ട് ഇത് ദിസ് സെന്റൻസ് ഈസ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ നാളെ മദ്രാസിന് പോകുന്നു എന്നാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ടോം സെഡ് ദാറ്റ് എന്നുള്ള ഒരു ഫോം അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ രണ്ടെണ്ണാണുള്ളത്. അത് ബി ഉണ്ട്, ഡി ഉണ്ട്. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ടുമാറോ. അവിടെ ടുമാറോ എന്ന് ഉപയോഗിക്കുന്നത് ബി ഓപ്ഷനിൽ ടുമാറോ എന്ന് ഉപയോഗിക്കുന്നത് ശരിയാണോ ചെക്ക് ചെയ്യുക. അതിന് പകരം ഡി ഒന്ന് നോക്കുക. ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. സോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ദിവസമാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ദിസ് ഓപ്ഷൻ ഈസ് ഓക്കെ. ഏത്? ടോം സെഡ് ദാറ്റ് he was leaving for Madras the next day. Option D is correct. Let's go to the 78th. 78th correct word among the following series. Spelling check ചെയ്യാനുള്ളതാണ്. അത് എല്ലാവർക്കും ചെക്ക് ചെയ്താൽ നോക്കാം. സി, ഓപ്ഷൻ ഡി is okay. D. Q പാലിക്കുക. Q വരി നിൽക്കുക എന്ന് പറയും. QUEUE, that is correct spelling. അപ്പൊ സ്പെല്ലിംഗ്, വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിക്കേണ്ട കുറച്ച് വൊക്കാബുലറി വേർഡ്സ് ഉണ്ടാവും. അതിന്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചിരുന്നേ പറ്റൂ. 79ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അത് ഫ്രേസൽ വെർബുകളെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രേസൽ വെർബ്. I couldn't tolerate her behavior. ടോളറേറ്റ് എന്ന് പറയുന്നതിന് ഈക്വൽ ആയുള്ള ഫ്രേസൽ വെർബ് ഏതാണ് എന്നാണ് ചോദ്യം. 4 ഫ്രേസൽ വെർബുകൾ ഇവിടെ തന്നിരിക്കുന്നു. ഒന്ന് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാം. ഉദാഹരണമായിട്ട് തീയൊക്കെ അണയ്ക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ 2 മീനിങ് സാധാരണ പറയാറുണ്ട്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്ന് അടിച്ചമർത്താനുള്ളത്, അടുത്തത് എന്തെങ്കിലും എഴുതുക എന്നുള്ളത്. എന്തെങ്കിലും എഴുതിയെടുക്കുക. ജോട്ട് ഡൗൺ. അതുപോലെ പുട്ട് ഓഫ്, മാറ്റി വയ്ക്കാം, പോസ്റ്റ്പോൺ ചെയ്യാം. Then last one is put up with. So tolerate എന്നുള്ള നീക്കലായുള്ള വേർഡ് put up with എന്നുള്ളതാണ്. Put up with. This is okay. Put up with is okay. Tolerate. Put up with. So welcome to the 80th. 80th. My brother works in a large office. Come on. ആ സമയത്ത് എന്റെ ജ്യേഷ്ഠൻ വലിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. മോർ ഓവർ എന്ന് പറഞ്ഞാൽ അതിനും ഉപരിയായിട്ട്, എല്ലാത്തിനും ഉപരിയായിട്ട്. ഫസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. രണ്ടും ഇവിടെ പറ്റുന്നതല്ല. ആക്ച്വലി, വാസ്തവത്തിൽ അതും പറ്റുന്നതല്ല. സോ ഓപ്ഷൻ സി ഈസ് ഓക്കെ. വേറാസ് ആ സമയത്ത് ജ്യേഷ്ഠൻ വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ
വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു അർത്ഥം. ഓക്കെ, now let's go to 81. 81 എന്താണ്? she sits. preposition, correct preposition ഏതാണെന്നാണ്? use appropriate preposition. she sits on ആണോ? അല്ല, അത് ആംചെയറിന്റെ മുകളിലായി പോകും. ആംചെയർ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഉണ്ട്. ഓക്കെ, സോ അണ്ടർ അടിയിലായി പോകും, വിത്ത് ഒപ്പം അല്ലെ കൂടെ ആയി പോകും, അതും ശരിയല്ല. സോ രണ്ട് കൈ ആംചെയറിനുള്ള സ്ഥിതിക്ക് ഡി, ഓപ്ഷൻ ഡി ഈസ് ഓക്കെ. ദിസ് ഈസ് ഓക്കെ. അവിടെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ്. ഇനി 82. ഷീ ഹാസ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വൈൽ സ്പീക്കിംഗ് ടു her relatives. ബന്ധക്കാരോട് സംസാരിക്കേണ്ടപ്പോൾ അവള് വേണ്ടത് തന്നെ പറഞ്ഞു. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ഇതൊരു ഇഡിയമാണ്, യൂസേജ് ആണ്. ഇങ്ങനെ കുറച്ച് യൂസേജുകൾ നമ്മൾ പഠിച്ചു പോകാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്ന ഈക്വലായുള്ള വേർഡ് ഏതാണ്, അല്ലെങ്കിൽ മറ്റു ഫ്രേസ് ഏതാണ്, താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് അതിന് ഈക്വലായിട്ടുള്ളത്, ഈ ഇതിന് ഈക്വലായിട്ടുള്ള ഫ്രേസ് ഏതാണ്? സോ the first option is right. Said exactly the right thing. എന്താണോ പറയേണ്ടത് അത് തന്നെ പറഞ്ഞു. said exactly this is the right answer. Just wait. A is said exactly the right thing. This is the correct answer. Okay. Now let's go to 83. എന്താണ്? I dash a lot of friends while I working in Bombay. ബോംബെയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു? ഐ മെറ്റ് ആണോ, വാസ് മീറ്റിംഗ് ആണോ, മീറ്റ്സ് ആണോ, മീറ്റ് ആണോ? അതിൽ സിയും ഡിയും ഒരു സാധ്യതയില്ല, കാരണം പാസ്റ്റ് ടെൻസ് ആണത്. ഇനി ഐ വാസ് മീറ്റിംഗ് പറഞ്ഞ രണ്ടും കണ്ടിന്യൂസ് ഫോമിൽ പറഞ്ഞു പോകും. സോ ബെറ്റർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, ഐ മെറ്റ്. This is the correct option. I met. I met a lot of friends while I was working in Bombay. Okay. 84. Had I known this. Had I known this. ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അതൊരു ഹൈപ്പോതിസിസ് ആണ്, അതായത് ഇമാജിനേറ്റീവ് സിറ്റുവേഷൻ ആണ്. ഹാഡ് ഐ നോൺ ദിസ്. ഇഫ് ക്ലോസിന്റെ പ്രയോഗമാണ്. ഇഫ് അവിടെ ഇല്ല എന്നേ ഉള്ളൂ. ഇഫ് ഐ ഹാഡ് നോൺ ദിസ് എന്നാണ് അതിന്റെ അർത്ഥം. ഹാഡ് ഐ നോൺ ദിസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഹാഡ് നോൺ ദിസ്. അപ്പൊ ഇഫ് ക്ലോസിന്റെ മൂന്നാമത്തെ പ്രയോഗമാണ് വരിക. ഹാഡ് ഐ നോൺ ദിസ്. മൂന്നാമത്തെ പ്രയോഗത്തിന് നമ്മള് ആദ്യ ഭാഗത്ത് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഹാഡ് ഐ നോൺ ദിസ്, ഹാഡ് ഐ നോൺ ദിസ്. അങ്ങനെ വന്നാൽ സെക്കൻഡ് പാർട്ടില് വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ ഐ വുഡ് ഹാവ് കെപ്റ്റ്. I would have kept. അപ്പോൾ D is okay. D is okay. So D is okay. I would have kept him at a distance. Okay. 85ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 85. The old man who lives in my neighborhood is A യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആണോ? An അല്ല, ദി അല്ല. ദി ഫസ്റ്റില് ദ ഓൾഡ് മാൻ എന്ന് പറഞ്ഞിട്ട് ദി യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഓൺ അല്ല. സോ എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ദിസ് ഈസ് ഓക്കെ. ഓപ്ഷൻ എ ഈസ് ഓക്കെ. 86. The prefix anti. Anti is used to denote which of the following word? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന് പകരമാണ്, അല്ലെങ്കിൽ ആന്റി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഏതിന് പകരമാണ് ഉപയോഗിക്കുന്നത്?
ആൻറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്നാണോ, എ ആണോ? അല്ല, പോലെ എന്നാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. ബിഫോർ ആണോ? അതുമല്ല, മുമ്പേ എന്നാണ്. എഗെയിൻസ്റ്റ് എതിരാണ്. ആൻറ്റി ആൻറ്റി എതിരെ. സോ ദെൻ റൗണ്ട് അത് ചുറ്റുമെന്നാണ്. സോ സി ഈസ് ഓക്കെ, സി ഈസ് ഓക്കെ. യെസ്, സി ഈസ് ഓക്കെ. എഗെയിൻസ്റ്റ്, ആന്റി ക്ലൈമാക്സ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എതിരെ എന്നാണ് അതിന്റെ മീനിങ് മറ്റുദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ. ഇനി 87ാമത്തെ ചോദ്യത്തിലേക്ക് പോയാല്, there are plans to rebuild the town hall, but it dash not happen for another 5 years. Should ആണോ? No, it shouldn't happen. അത് സംഭവിക്കരുതെന്നായി പോവും. Do happen, അത് സംഭവിക്കുന്നില്ല എന്നാവും. May happen, may not happen, സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല. ഹാസ് അവിടെ പറ്റില്ല. സോ തന്നിട്ടുള്ളതിൽ സി ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. സി. There are plans to rebuild the town hall, but it may not happen for another 5 years. Okay. ഇനി 88ാമത്തെ ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ, രാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. ദ ഫോമർ ആദ്യത്തെ ആള് ഷോർട്ട് ആണ്, ബട്ട് ദ ഫോമർ എന്നുള്ളതിന് ആദ്യത്തെ ആള് പറയാം, പിന്നെ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് നമ്മൾ ലാറ്റർ എന്നാണ് ഉപയോഗിക്കുക. ലാറ്റർ. സോ ഓപ്ഷൻ ബി ഈസ് ഓക്കെ. ഓപ്ഷൻ ബി ഈസ് ഓക്കെ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തതാണ്. സോ ലേറ്റർ, കറക്റ്റ് ആണ്. അങ്ങനെ നമ്മള് 89ാമത്തെ ചോദ്യം, 89. Either Rajesh or his friends dash come. രാജേഷോ സുഹൃത്തുക്കളോ വന്നിട്ടുണ്ട്. വാസ് കം ശരിയാവില്ല, ഈസ് കം ശരിയാവില്ല. ഈസ് കം എന്നും വാസ് കം എന്നൊന്നും പറയാറില്ല. ഡു കം എന്നും പറയില്ല. സോ ഹാവ് കം എന്നാണ് പറയാ. ഹാവ് കം, വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ഓക്കെ. ഈദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കം. ഇവിടെ ഈദർ അല്ലെങ്കിൽ ഐദർ എന്ന് ഈദർ എന്നാ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഈദർ ഓർ വെക്കുമ്പോൾ ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് എന്താ നോക്കാം. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ഉപയോഗിക്കാം, അതിന് ചേരുന്ന ക്രിയ ഉപയോഗിക്കാം. ഇവിടെ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഒരിക്കലും വാസ് എന്നോ ഈസ് എന്നോ വരില്ല. പിന്നെ ഡു കം എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ട് ഹാവ് കം വന്നിട്ടുണ്ട്. ഒന്നുകിൽ രാജേഷോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വന്നിട്ടുണ്ട്. അതെ. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് വൺ. ഏതാണത്? ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ഹാവ് ബീൻ. നോട്ട് ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഹാവ് ബീൻ എന്ന് പറയുന്നത് നമ്മൾ NB എന്ന് നോട്ടീസിന്റെ അടിയിലൊക്കെ കാണുന്ന സാധനം. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്, ഇതാണ് അതിന്റെ അർത്ഥം. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദ മീനിങ് ഓഫ് ദ ടേം നോട്ട് ഹാവ് ബീൻ മീൻസ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. ഓക്കെ, മറ്റുള്ളതൊന്നും അതിനോട് യോജിക്കുന്ന ടേം അല്ലെങ്കിൽ ഫ്രേസുകൾ അല്ല. So dears, now next time I will come with another question paper. Okay, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. Then this is my first attempt to help aspirant students. So wish you great success in the coming LDC exam. Okay, thank you dears.